2.5 കിലോ സ്വർണം സമ്മാനമായി നേടൂ. അപ്പോളോ ഗോൾഡ് ബ്രൈഡൽ ഫെസ്റ്റ്. അപ്പോളോ ഗോൾഡ് 2.5 കിലോ സ്വർണം സമ്മാനമായി നേടൂ. അപ്പോളോ ഗോൾഡ് ബ്രൈഡൽ ഫെസ്റ്റ്. അപ്പോളോ ഗോൾഡ്. നമസ്കാരം, GSV ന്യൂസിലേക്ക് സ്വാഗതം. അക്രമത്തിൽ കൊല്ലപ്പെട്ട ഹിന്ദു ഐക്യവേദി പ്രവർത്തകൻ നെട്ടൂരിലെ അനൂപിന് കണ്ണീരിൽ കുതിർന്ന വിട. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ നിന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഹിന്ദു ഐക്യവേദിയുടെയും BJPയുടെ നേതാക്കൾ ഏറ്റുവാങ്ങിയ മൃതദേഹം നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ വിലാപയാത്രയായാണ് സ്വദേശത്തെത്തിച്ചത്. വടകരയിലെത്തിയ മൃതദേഹത്തിൽ നിരവധി പേർ അന്ത്യോപചാരം അർപ്പിച്ചു. പുതിയ സ്റ്റാൻഡിന് സമീപം ദേശീയപാതയിൽ വാഹനം അല്പനേരം നിർത്തി അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സൗകര്യം ചെയ്തു. അനൂപിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ നൂറുകണക്കിന് ആളുകളാണ് വടകരയിൽ കാത്തുനിന്നത്. സ്വദേശത്തേക്കുള്ള വഴിയിലുടനീളം പ്രവർത്തകർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയിരുന്നു. പശ്ചിമഘട്ടം സംരക്ഷിക്കുക, ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച കൈവേലിയിൽ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ നടന്ന പൊതുയോഗത്തിന് നേരെയാണ് അക്രമമുണ്ടായത്. ഒരു സംഘം ആളുകൾ ബോംബും കല്ലും എറിയുകയായിരുന്നു. തലച്ചോറിനേറ്റ ക്ഷതമാണ് മരണകാരണം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അനൂപ് വ്യാഴാഴ്ച രാത്രിയോടെ മരിച്ചു. CPM പ്രവർത്തകരാണ് അക്രമം നടത്തിയതെന്ന് BJP നേതാക്കൾ ആരോപിച്ചു. 16-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം കൈവേലി ടൗണിൽ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിക്കുകയുണ്ടായി. ആ ധർണയിൽ ഉയർത്തിപ്പിടിച്ച വിഷയം പ്രത്യേകിച്ച് കസ്തൂരിരംഗൻ റിപ്പോർട്ടിൻ്റെ പരിധിയിൽ നിൽക്കുന്ന തിനൂർ വില്ലേജിൽപ്പെട്ട സ്ഥലത്ത് വ്യാപകമായ തരത്തിൽ കരിങ്കൽ ഖനനം നിർബാധം തുടരുന്ന സാഹചര്യത്തിലും പശ്ചാത്തലത്തിലുമാണ് ഹിന്ദു ഐക്യവേദി ആ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരിസ്ഥിതി സംരക്ഷിത മേഖലയിൽ ഇത്തരം ഖനനങ്ങൾ പാടില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കൈവേലി ടൗണിൽ പോലീസ് അനുമതിയോടുകൂടി സംഘടിപ്പിച്ച ധർണ. ആ ധർണയ്ക്ക് നേരെ CPM അക്രമി സംഘങ്ങളും അതുപോലെ തന്നെ ഖനനത്തിന് നേതൃത്വം കൊടുക്കുന്ന മാഫിയ സംഘങ്ങളും ഒരുമിച്ച് സമരപന്തലിലേക്ക് ഇരച്ചു കയറുകയും അങ്ങനെ അതിനിഷ്ഠൂരമായി അനൂപ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കല്ലെറിഞ്ഞ് കൊലപ്പെടുത്തുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് CPMഉം കോറി മാഫിയയും ചേർന്ന് നടത്തുന്ന ആസൂത്രിതമായ ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയുടെ വടക്കൻ മേഖലകളിൽ വ്യാപകമായ കലാപമുണ്ടാക്കാനുള്ള CPM നടത്തുന്ന ആസൂത്രിത നീക്കത്തിൻ്റെ കൂടി ഭാഗമാണ് ഈ സംഭവം. തീർച്ചയായും വളരെ ഗൗരവത്തിൽ BJP വിഷയത്തെ കാണുന്നു. അക്രമത്തിൽ 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കണാരൻ സുശീല ദമ്പതികളുടെ മകനാണ് അനൂപ്. സഹോദരൻ അജീഷ്.
ഹിന്ദു ഐക്യവേദി പ്രവർത്തകന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് വടകര കൊയിലാണ്ടി താലൂക്കുകളിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെ നീണ്ട ഹർത്താലിൽ ജനജീവിതം താറുമാറായി. കടകമ്പോളങ്ങളും വിദ്യാലയങ്ങളും അടഞ്ഞുകിടന്നു. റോഡുകളിൽ പലയിടത്തും സൃഷ്ടിച്ച തടസ്സം പോലീസ് നീക്കം ചെയ്തു. വടകര പുതിയ സ്റ്റാൻഡിൽ സ്വകാര്യ ബസ് തടഞ്ഞ് യാത്രക്കാരെ ഇറക്കിവിട്ടു. ഇതേ ചൊല്ലി പോലീസുമായി വാക്കേറ്റമുണ്ടായി. അഴിയൂർ കുഞ്ഞിപ്പള്ളിയിൽ രാവിലെ KSRTC ബസ് തടയാനെത്തിയവരെ പോലീസ് പിന്തിരിപ്പിച്ചു. ഇരുചക്രവാഹനങ്ങൾ സർവീസ് നടത്തി. ഉൾനാടുകളിൽ റോഡ് ഗതാഗതം നിശ്ചലമായി. പുറമേരി വില്ലേജ് ഓഫീസ് പരിസരത്ത് റോഡിൽ ബോംബെറിഞ്ഞ് ഭീതി പരത്തി. കൈവേലിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണത്തിൽ പരിക്കുപറ്റി ചികിത്സയിലായിരുന്ന നിട്ടൂരിലെ വെള്ളൊലിപ്പിൽ അനൂപാണ് മരിച്ചത്. തൊട്ടിൽപ്പാലം KSRTC ഡിപ്പോയ്ക്ക് സമീപത്തെ ഉണക്കുമരം വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ഭീഷണിയായി. ഏത് നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ് ഇതിന്റെ കിടപ്പ്. ദിവസവും ചെറുതും വലുതുമായ വാഹനങ്ങൾ ഇതിന്റെ സമീപത്തുകൂടിയാണ് കടന്നുപോകുന്നത്. കൂടാതെ സ്കൂൾ വിദ്യാർത്ഥികളും കാൽനട യാത്രയായി ഇതുവഴി കടന്നുപോകുന്നു. ഏത് നിമിഷവും റോഡിലേക്ക് പൊട്ടിവീഴാൻ പാകത്തിലാണ് ചില്ലകൾ. നാട്ടുകാർ ഗ്രാമപഞ്ചായത്ത് അധികൃതർക്കും PWD അധികൃതർക്കും പലതവണ പരാതി നൽകിയെങ്കിലും ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല. മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ സമ്മേളനം ജനുവരി 3-4 തീയതികൾ വടകരയിൽ നടക്കും. ഇതിന്റെ ഭാഗമായി 30-ന് പതാക ദിനാചരണം നടക്കും. ഇനിയൊരിടവേള. മനസ്സിൽ ഒരു മാരിവില്ലായി, ഹൃദയത്തിൽ ഒരു കുളിർ തെന്നലായി, വീട്ടുപകരണങ്ങളുടെ ഒരപൂർവ ശേഖരം. ഹോം അപ്ലയൻസസ്, ഫ്ലവേഴ്സ്, ഗിഫ്റ്റ്സ്, ഫർണിച്ചർ, ക്രോക്കറി, നിങ്ങൾക്കാവശ്യമുള്ള എല്ലാം. ലെക്സസ് ഇന്റർനാഷണൽ, കരിമ്പനപ്പാലം, വടകര. മൊബൈൽ വേൾഡ് 400-ലേറെ മോഡലുകൾ, 100-ലധികം ടച്ച് ഫോണുകൾ, പ്രമുഖ ബ്രാൻഡുകളുടെ ലാപ്ടോപ്പുകൾ, ക്യാമറകൾ, വാച്ചസ്, ഒപ്പം എന്റർടൈൻമെന്റ് ആക്സസറീസിന്റെ വൈഡ് റേഞ്ച് കളക്ഷനും. കേരളത്തിലെ നമ്പർ 1 മൾട്ടി ബ്രാൻഡ് ഷോറൂം 3G മൊബൈൽ വേൾഡ്, കോഴിക്കോട്, വടകര, കണ്ണൂർ ആൻഡ് വയനാട്. ഡ്രീം ബൂട്ട്സ് ആൻഡ് ബാഗ്സ്. നിങ്ങൾക്കിതാ ഒരു സന്തോഷ വാർത്ത. കട നവീകരണത്തിന്റെ ഭാഗമായി എല്ലാതരം മികച്ച കമ്പനികളുടെ ചെരുപ്പുകളും ഷൂസുകളും 20% മുതൽ 50% വരെ വിലക്കുറവിൽ. ഡ്രീം ബൂട്ട്സ് ആൻഡ് ബാഗ്സ്, അഞ്ചുവിളക്കിന് സമീപം ഫുഡ് ലൈൻ, പഴയ ബസ് സ്റ്റാൻഡ്, വടകര. ഫോൺ 9846030470. ലോകത്തിന്റെ ഏത് കോണിലും നമ്മൾ ഇന്ത്യക്കാരുണ്ടാകും. നമ്മുടെ വേറിട്ട സംസ്കാരങ്ങളുണ്ടാകും. ആ സംസ്കാരത്തിന് പ്രൗഢിയേകുവാൻ പട്ടിലെ സൃഷ്ടികളുണ്ടാകും. അവയ്ക്ക് ആരാധകരുണ്ടാകും. ഒരു നൂറ്റാണ്ടിലേറെയായി ഇന്ത്യയുടെ അഭിമാനമായ പട്ടിന് പേരൊന്നേയുള്ളൂ, കല്യാൺ സിൽക്സ്. കല്യാൺ സിൽക്സ്, ഇതിലും നല്ല പട്ട് സ്വപ്നങ്ങളിൽ മാത്രം. 16 ഷോറൂമുകൾ, അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല. വാർത്തകൾ തുടരുന്നു. മലിനജലം കെട്ടിക്കിടക്കുന്നത് വടകര പുതിയ സ്റ്റാൻഡ് പരിസരത്ത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നത്തിന് ഇടയാക്കുന്നു. കരിമ്പനത്തോട്ടിലേക്ക് മലിനജലം ഒഴുകുന്നത് നാട്ടുകാർ തടഞ്ഞതോടെ ഓവുചാൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. പുതിയ സ്റ്റാൻഡിലെയും പരിസരത്തെയും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന മലിനജലം കരിമ്പനത്തോട്ടിലേക്കാണ് ഒഴുകാറ്.
കരിമ്പന നിവാസികൾ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാത്തതാണ് ഓവുചാലിൽ മണ്ണിടാൻ നാട്ടുകാരെ പ്രേരിപ്പിച്ചത്. മലിനജലം ഉയർന്നതോടെ കടകളുടെ പ്രവർത്തനം പ്രശ്നമായിരിക്കുകയാണ്. ഇതോടൊപ്പമാണ് ഈ മേഖലയിൽ ആരോഗ്യ പ്രശ്നവും വഷളായിരിക്കുന്നത്. കക്കൂസ് മാലിന്യം ഉൾപ്പെടെയാണ് ഇവിടെ കെട്ടിക്കിടക്കുന്നത്. അസഹ്യമായ ദുർഗന്ധവും ഉയരുന്നു. പ്രശ്നം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി മുനിസിപ്പൽ വൈസ് ചെയർമാന്റെ നേതൃത്വത്തിലുള്ള സംഘം വ്യാഴാഴ്ച സ്ഥലത്തെത്തി. മണ്ണു നീക്കാനുള്ള ശ്രമം ഫലം കാണാതെ സംഘം മടങ്ങിയതിനാൽ പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്നറിയാതെ കുഴങ്ങിയിരിക്കുകയാണ് അധികൃതർ. വൈകല്യത്തെ വെല്ലുവിളിച്ച് രാജേഷ് എന്ന ചെറുപ്പക്കാരൻ ചിത്രരചനയിലും കുടനിർമ്മാണത്തിലും വ്യാപൃതൻ. അരൂർ കല്ലുംപുറത്തെ തൊള്ളയിൽ കുനി അച്യുതൻ ജാനകി ദമ്പതികളുടെ മകനായ രാജേഷ് വൈകല്യം മറന്ന് കർമ്മനിരതനാവുകയാണ്. ജനിച്ച് 6 മാസം കഴിഞ്ഞപ്പോൾ രാജേഷിന് പനി വന്നതിനെ തുടർന്നാണ് ഇടതു കൈക്കും കാലിനും സ്വാധീനം നഷ്ടമായത്. നിരവധി ചികിത്സകൾ നടത്തിയെങ്കിലും ഇതുവരെ ഫലം കണ്ടിട്ടില്ല. എന്നാൽ തൻ്റെ വൈകല്യത്തെ വെല്ലുവിളിച്ചാണ് സ്വന്തം കലാവാസന പുറം ലോകത്തെ അറിയിക്കുന്നത്. ആരാധനാമൂർത്തികളുടെ ഫോട്ടോ ഡിസൈൻ ചെയ്ത് തെർമോകോളിൽ ഒട്ടിച്ച് വിൽപ്പന ചെയ്യുന്നുണ്ട്. ഇതിനു പുറമെ കുട നിർമ്മിച്ചും വിൽപ്പന നടത്തുന്നുണ്ട്. ഇതിനകം 300ഓളം കുടകൾ നിർമ്മിച്ചു നൽകി. അരൂർ കല്ലുംപുറം പ്രദേശത്ത് കല്യാണത്തിനും ഗൃഹപ്രവേശനത്തിനും രാജേഷിന്റെ ചിത്രങ്ങൾ വേണമെന്ന് നാട്ടുകാർക്ക് നിർബന്ധമാണ്. ഇത് വീടിന് ഐശ്വര്യമായി കാണുന്നു. കൂടാതെ അലങ്കാര മത്സ്യകൃഷിയും രാജേഷ് വീടിനോട് ചേർന്ന് നടത്തുന്നുണ്ട്. ഞാൻ സ്വന്തം ഉണ്ടാക്കിയിട്ടാണ് ചുമന്ന പള്ളി വെച്ചാൽ ഒരാളെ കണ്ടിട്ട് പിന്നെ എന്നിട്ട് ഒരാളെ കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ വീടാൻ തരാം അയാൾ ഇങ്ങനെ പോയതാണ്. അരൂർ ഭാഗങ്ങൾ മുതൽ കടന്നൂർ ഭാഗം വരെ ഉപയോഗിക്കുന്ന സ്വന്തമായിട്ടാണ് കുട ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 100 കുടയാണ് ഉണ്ടാക്കിയത്. ഇപ്രാവശ്യം 150 കുടയാണ് ഉണ്ടാക്കിയത്. സ്വന്തം തന്നെ നമ്മൾ കടയിൽ പോയിട്ടാണ് സാധനം വാങ്ങിക്കൊണ്ടിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നത്. പ്രസവിച്ച് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് പനിയിൽ വന്നതാണിത് ഈ അസുഖം. പെരുവണ്ണാമൊഴി പിള്ളപ്പെരുവണ്ണയിൽ പുനർനിർമ്മിച്ച മസ്ജിദുൽ അൻസാർ വിശ്വാസികൾക്ക് തുറന്നുകൊടുത്തു. പാണക്കാട് സെയ്ദ് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. ഘോഷയാത്ര ഇതാ ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരുന്നു. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ മസ്ജിദ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഈ ചരിത്ര ചിത്രശക്തികൾക്ക് ഇവിടെ യാതൊരു സ്വാധീനവുമില്ല എന്നുറക്കെ പ്രഖ്യാപിക്കുന്ന ഈ ഘോഷയാത്രയെ അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ മസ്ജിദിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ ചരിത്ര സംഭവത്തിൽ എല്ലാവരും പങ്കുചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വീട്ടിലമാണ് എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് യാതൊരു ശക്തികൾക്കും ഇവിടെ യാതൊരു സ്ഥാനവുമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പിള്ളപ്പെരുവണ്ണയിൽ പുനർനിർമ്മിച്ചിട്ടുള്ള മസ്ജിദുൽ അൻസാറിൻ്റെ ഉദ്ഘാടനം അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമുക്കിന്ന് നിർവഹിക്കാൻ സാധിച്ചിരിക്കുകയാണ്. ബഹുമാനരായ ചെറുശ്ശേരി സെയിൻറ്റ് മുസ്ലിയാർ പള്ളിയുടെ പ്രധാനത്തെക്കുറിച്ചും ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ പിന്നീട് വിശദമായി ഇവിടെ സംസാരിച്ചിരിക്കുക. ഈ പള്ളിയുമായുള്ള ബന്ധം അത് കാത്തുസൂക്ഷിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിൻ്റെ അഴിമാറത്തുകൾ, അതിൻ്റെ പരിപാലനം, അത് ഉത്തരവാദിത്തത്തോടുകൂടി നിറവേറ്റുക എന്നുള്ള
ഒരു വലിയ കടമയാണ് ഇത് ഉദ്ഘാടനം ചെയ്തതോടുകൂടി നമുക്ക് വന്നിട്ടുള്ളത്. ചടങ്ങിൽ സമസ്ത കേരള ജമാഅത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി സൈനുദ്ദീൻ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. റഹ്മത്തുള്ള ഖാസിമി മുത്തേടം മുഖ്യപ്രഭാഷണം നടത്തി. ബഷീർ ബാഗഫി, ഉണ്ണികൃഷ്ണൻ, KS മൗലവി, അസീസ് ഫൈസി, NP ബാബു, PJ തോമസ്, ആവള ഹമീദ്, അശോക് ജോർജ് എന്നിവർ പ്രസംഗിച്ചു. CSK തങ്ങൾ സ്വാഗതവും കീരിക്കണ്ടി അബു നന്ദിയും പറഞ്ഞു. ഒരിടവേള കൂടി. സൂപ്പർ ജ്വല്ലറി അവതരിപ്പിക്കുന്നു 1 വർഷം വാറണ്ടിയുള്ള തങ്കം പൊതിഞ്ഞ ആഭരണങ്ങൾക്ക് പുറമെ ഇപ്പോൾ 6 മാസം 3 മാസം വാറണ്ടിയുള്ള തങ്കം പൊതിഞ്ഞ ആഭരണങ്ങളും. ഈ ആഭരണങ്ങൾക്കെല്ലാം ഉപയോഗശേഷം തിരിച്ചു നൽകുമ്പോൾ അതിലടങ്ങിയ തങ്കത്തിന്റെ വില നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നു. അതിപുരാതനവും നൂതനവുമായ 1000-ൽ പരം ഡിസൈനുകൾ. അഴകേറും തങ്കത്തിളക്കം, ആരും പറയും സൂപ്പർ എന്ന്. തങ്കം പൊതിഞ്ഞ ആഭരണങ്ങൾ. സൂപ്പർ ജ്വല്ലറി, പഴയ ബസ് സ്റ്റാൻഡ് വടകര, പുതിയ ബസ് സ്റ്റാൻഡ് വടകര, തലശ്ശേരി, ഇരിട്ടി, നാദാപുരം, പാനൂർ, മട്ടന്നൂർ, കൂത്തുപറമ്പ്. അപ്പോളോ ഗോൾഡ് നൽകുന്നു ഓരോ പർച്ചേസിനുമൊപ്പം 2.5 കിലോ സ്വർണം സമ്മാനമായി നേടാനുള്ള സുവർണാവസരം. സെപ്റ്റംബർ 1 മുതൽ ഫെബ്രുവരി 28 വരെ അപ്പോളോ ഗോൾഡ് ബ്രൈഡൽ ഫെസ്റ്റ്. 1-ാം സമ്മാനം 100 പവൻ, 2-ാം സമ്മാനം 25 പവൻ, 3-ാം സമ്മാനം 10 പവൻ. ദിവസേന ഓരോ പർച്ചേസിനും കൂപ്പണോടൊപ്പം സ്വർണ്ണ നാണയം നേടാനുള്ള അവസരം. കൂടാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന 500 പേർക്ക് മലേഷ്യ, സിംഗപ്പൂർ, ദുബായ്, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ പോകാനുള്ള സുവർണാവസരവും. അപ്പോളോ ഗോൾഡ്, ഫോർ യു ഫോറെവർ. വടകരയിൽ ഫർണിച്ചർ വ്യാപാര രംഗത്ത് വിശ്വസ്തയുടെ പാരമ്പര്യമുള്ള ഫരീദിന്റെ പുത്തൻ കാൽവെപ്പ്. വടകരയുടെ ചരിത്രത്തിലാദ്യമായി ഗ്ലോബൽ ഫർണിച്ചർ ഷോറൂം വടകര ഫരീദയിൽ. നിങ്ങൾക്കായി വിദേശ കമ്പനികളുടെ കൗതുകമാർന്ന ഫർണിച്ചറുകളുടെ മായാപ്രപഞ്ചം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഈടും നിർമ്മാണത്തികവും കാഴ്ചഭംഗിയും ഉപയോഗക്ഷമതയും കാരണം ആഗോള വിപണിയിൽ ചുടർപ്പിച്ച വിദേശ കമ്പനികളുടെ ഫർണിച്ചറുകളും ഉപഹാരവസ്തുക്കളും നിങ്ങളുടെ മനസ്സിനിണങ്ങിയ വിലയിൽ. ഫരീദ ഫർണി പാലസ്, NH ബൈപ്പാസ് റോഡ്, ന്യൂ ബസ് സ്റ്റാൻഡ് വടകര. ഫോൺ 2524-583. വാർത്തകൾ തുടരുന്നു. ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സും IMAയും ചേർന്ന് വടകരയിൽ പ്രതിരോധ സംബന്ധമായ പ്രത്യേക പരിശീലനം സംഘടിപ്പിച്ചു. IMA ഹാളിൽ ഡോക്ടർ ശ്രീധർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഡോക്ടർ M മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ PP രഞ്ജിനി, CK അരവിന്ദാക്ഷൻ, ഡോക്ടർ അജിത് കുമാർ, ഡോക്ടർ സലീം എന്നിവർ പ്രസംഗിച്ചു. റൂബല്ലയുടെയും പിന്നെ മംസിന്റെയും കാര്യമല്ല, നിങ്ങൾ മീസിൽസ് പിന്നെ കൊടുക്കുന്ന പ്രശ്നമാണ് ചോദിക്കുന്നത് അല്ലേ? അതിന്റെ കാര്യം കാര്യം നമ്മൾ നിങ്ങളുടെ മീസിൽസ് വാക്സിൻ കൊടുത്തിട്ട് 2 തവണ കൊടുത്തിട്ട് നിങ്ങളുടെ ശരീരത്തിൽ, ആ കുട്ടിയുടെ ശരീരത്തിൽ മുഴുവൻ ആന്റിബോഡീസ്, മീസിൽസ് ആന്റിബോഡീസ് ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പം അഡീഷണൽ ആയിട്ട് എത്ര വാക്സിൻ ആന്റിജൻ കൊടുത്താലും കൂടുതൽ ആന്റിബോഡീസ് ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ പിന്നെ അതിനെ പോളിയോ നമ്മൾ പറയാം, പോളിയോ തുള്ളിമരുന്ന് 100 പ്രാവശ്യം കൊടുത്തത് പ്രശ്നമില്ല എന്ന് പറയുന്ന കാരണം അതാണ്. കാരണം ആൾറെഡി നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി വന്നിട്ട് അല്ലെങ്കിൽ ആന്റിബോഡീസ് നിറഞ്ഞു കിടക്കുന്ന അവസ്ഥയിൽ നമ്മൾ തുള്ളിമരുന്ന് കൊടുത്താൽ അത് വയറ്റിൽ കൂടി പോവുള്ളൂ, നമ്മുടെ ശരീരത്തിൽ ടച്ച് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ എനിക്ക് ചോദ്യം മനസ്സിലായി. നമ്മൾ ഇവിടെ 2 എംഎംആർ എടുക്കാൻ വേണ്ടി 2 ഡോക്ടറേറ്റ് കാണിച്ചു. ഒരു ഡോക്ടർ പറഞ്ഞു കൊടുക്കാൻ പാടില്ല, കൊടുക്കണ്ട, ഒരാൾ കൊടുക്കുകയും. അതിന്റെ 2 സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട് എല്ലാ കാര്യത്തിലും. നമ്മളിപ്പോ ഒരു 100 കണക്കിൽ 2 + 2 = 4 പറയുന്നതല്ല സയൻസിലുള്ളത്. അപ്പൊ അത് ഓരോരുത്തർക്കും ഓരോ വ്യൂ പോയിന്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ എല്ലാവരും വാക്സിനെ ഡോക്ടർമാർ കൊടുക്കുന്നത് പറയുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതൊന്നും നമുക്കൊരു ഒരു ജനാധിപത്യപരമായിട്ട് കാണാൻ ഒരു ഏകാധിപത്യ ലെവലിൽ അടിച്ചേൽക്കാൻ പറ്റിയ ഈ കാര്യങ്ങളൊന്നും. അപ്പൊ അതിനൊരു ഒരു സ്പേസ് ഉണ്ട് ഇതിനൊക്കെ. അപ്പൊ ആ സ്പേസിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതാണ് ആ പ്രശ്നം വരുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മീസിൽസ് 3 കൊടുത്താലും 100 പ്രാവശ്യം കൊടുത്താലും പ്രശ്നമില്ല, പോളിയോ പോലെ. കാരണം നമ്മുടെ ആന്റിബോഡീസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിന് കൂടുതലായിട്ട് ഉണ്ടാവാൻ സാധിക്കും. ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ വടകര മേഖല ജനറൽ ബോഡി യോഗവും അവാർഡ് ദാനവും നടന്നു. ഈ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ യോഗം ചർച്ച ചെയ്തു. ഇതിൽ മെമ്പറാവാത്ത വടകര മേഖലയിൽ ആൾക്കാർക്ക് ഇതിന് സാധനം കൊടുക്കാൻ പാടില്ല. ആ പ്രൈസിന് അല്ലെങ്കിൽ പൂർണ്ണമായും ആളുകൾ അംഗങ്ങളാകണം. ഈ 2 നിർദ്ദേശങ്ങളാണ് എനിക്ക് ഇതിനോട് പറയാനുള്ളത്. കാരണം സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് സൊസൈറ്റി ഒക്കെ ഉണ്ടായത്. സംഘടനയായിട്ടാണ് സൊസൈറ്റി ഉണ്ടായത്. സംഘടനയാണ് ആദ്യം വിളിച്ചത്, അതിനുശേഷമാണ് സൊസൈറ്റി വരുന്നത്. മുമ്പുണ്ടായ സൊസൈറ്റിയെ കുറിച്ച് പറഞ്ഞു, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ എന്നാണ് ശ്രീ ഗോപാലൻ TP ഒക്കെ എടുത്ത് വരും ഒരു 5000 രൂപയ്ക്ക്. എന്നിട്ട് അവിടെ 2000 ഞാൻ കടമായി കൊടുത്തായിരുന്നു. അങ്ങനെയാണ് അന്ന് സൊസൈറ്റി ഉണ്ടായത്. ആ സൊസൈറ്റി നശിച്ചു പോയതല്ല. ആ സൊസൈറ്റി അന്ന് ഗോപാലൻ പറഞ്ഞതുപോലെ 250 ആംപ്ലിഫയർ ആൾക്കാർ വടകരയിൽ ഇല്ല. അന്ന് ആ സാധനങ്ങളൊക്കെ വാങ്ങി പലവരും അത് വെച്ച് തന്നെ മുതലെടുത്തുകൊണ്ട് സാധനങ്ങളായപ്പോൾ അന്നത്തെ സൊസൈറ്റിയുടെ സാധനം പിന്നെ ഓടാതായി. കാരണം എല്ലായിടത്തുമായി
അങ്ങനെയാണ് അന്ന് സൊസൈറ്റി ഉണ്ടായത്. ഓൾ ഇന്ത്യ ട്രേഡ് പരീക്ഷയിൽ പേരാമ്പ്ര ഇൻഡസ് ഡാറ്റാ സിസ്റ്റംസിലെ വിദ്യാർത്ഥിനി എൽ സിന്ധുവിന് സംസ്ഥാന തലത്തിൽ 1ാം റാങ്ക്. സിന്ധുവിനെ ശനിയാഴ്ച ഇൻഡസ് ഡാറ്റാ സിസ്റ്റംസ് അനുമോദിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. IT മേഖലയിൽ വർദ്ധിച്ചു വരുന്ന തൊഴിലവസരം പ്രയോജനപ്പെടുത്തുന്നതിന് മികച്ച കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ സ്ഥാപനമായ സീഡിറ്റ് നടത്തുന്ന കോഴ്സുകൾക്ക് SC/ST BPL വിദ്യാർത്ഥികൾക്ക് 25% ഫീസ് ഇളവ് അനുവദിക്കുന്നതോടൊപ്പം പ്രത്യേക മൂല്യനിർണ്ണയം നടത്തി സർക്കാർ സർട്ടിഫിക്കറ്റുകൾ നൽകും. PGDCA, CDA, DTP തുടങ്ങിയ കോഴ്സുകൾക്ക് ഇൻഡസ് സീഡിറ്റ് സെന്ററിൽ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. 21 രാവിലെ 10 മണിക്ക് പേരാമ്പ്ര കോപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സീഡിറ്റ് DEP സെന്ററിന്റെ ഉദ്ഘാടനം K. കുഞ്ഞുമുഹമ്മദ് മാസ്റ്റർ MLA നിർവഹിക്കും. കമ്പ്യൂട്ടർ വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ 22 വർഷമായിട്ട് പേരാമ്പ്രയിൽ പ്രവർത്തിച്ചു വരുന്ന പ്രമുഖ കമ്പ്യൂട്ടർ സ്ഥാപനമാണ് ഇൻഡസ് ഡാറ്റാ സിസ്റ്റംസ്. പ്രവർത്തനം തുടങ്ങി ഏതാണ്ട് 3 വർഷങ്ങൾക്കുള്ളിൽ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ NCVTയുടെ സ്ഥിരം അംഗീകാരവും നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ്ങിൻ്റെ കോപ്പ ട്രേഡും ഇതിനോടൊപ്പം തന്നെ ഇൻഡസിന് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ കണ്ടിന്യൂഷനായി DOCC ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക്സിൻ്റെ O-level കമ്പ്യൂട്ടർ കോഴ്സുകളും നടത്തി വരുന്ന ഒരു സ്ഥാപനമാണ് ഇൻഡസ്. ഏറ്റവും അടുത്തായി കേരള സർക്കാരിൻ്റെ സ്ഥാപനമായ സീഡിറ്റിൻ്റെ CEP സെൻ്ററായിട്ടുള്ള അംഗീകാരവും പ്രസ്തുത സ്ഥാപനത്തിൽ നമ്മുടെ സ്ഥാപനത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയതായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ NCVT കോപ്പയിൽ ഈ വർഷം 2013 നടത്തിയ എക്സാമിൽ 1ാം റാങ്ക് ഈ സ്ഥാപനത്തിൽ എൽ സിന്ധു എന്ന വിദ്യാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട്. കേരള ഗവൺമെൻറ് സ്ഥാപനമായ സീഡിറ്റിൻ്റെ CEP സെൻ്ററിൻ്റെ ഉദ്ഘാടനം പേരാമ്പ്ര MLA K. കുഞ്ഞുമുഹമ്മദ് മാസ്റ്റർ ഈ വരുന്ന ശനിയാഴ്ച 21-ാം തീയതി 10 മണിക്ക് പേരാമ്പ്ര കോപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടത്തുകയാണ്. പ്രസ്തുത ചടങ്ങിൽ വെച്ച് 1ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്ന വിദ്യാർത്ഥിനിക്ക് ആ ചടങ്ങിൽ ഉപഹാരവും സമർപ്പിക്കുന്നതാണ്. പത്രസമ്മേളനത്തിൽ പ്രിൻസിപ്പൽ MC പ്രസാദ്, മാനേജിംഗ് പാർട്ണർ V. ശ്രീനി, സണ്ണി ജോസഫ് എന്നിവർ പങ്കെടുത്തു. നാദാപുരം ചേലക്കാട് സംസ്ഥാനപാതയിൽ പൈപ്പ് ലൈനുകൾ മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തി നടക്കുന്നതിനാൽ 3 ദിവസത്തേക്ക് നാദാപുരം പഞ്ചായത്തിലും തൂണേരി പഞ്ചായത്തിലും ശുദ്ധജല വിതരണം മുടങ്ങുമെന്ന് വടകര അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.